ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പാത്രം നിരത്തേണ്ട അവസ്ഥ നമുക്ക് വരാറുണ്ടല്ലേ. എന്നാലേ ഈ ഒരു പ്രോൺ പുലാവ് ഉണ്ടാക്കാനേ നമുക്ക് ഈ ഒരു ചെമ്പ് മാത്രം മതി കേട്ടോ. ഈ ഒരൊറ്റ പാത്രത്തിൽ തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. വൈറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതേ ആദ്യം നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു അരമണിക്കൂർ മിനിമം എങ്കിലും നിങ്ങൾ ചെയ്യണം. നമുക്ക് ഉള്ളി ഒന്ന് വറുത്ത് ആദ്യം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞിട്ട് അതൊന്ന് നമ്മൾ വറുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഈ ഒരു കളറാവുന്നതിന് കുറച്ച് മുന്നേ നിങ്ങൾ മാറ്റിക്കോളൂ. കാരണം നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞാലും ഇത് കളർ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു 3 കഷ്ണം പട്ട, ഒരു 8 ഗ്രാമ്പു, ഒരു കഷ്ണം തക്കോലം, ജാതിപത്രം ഞാൻ ഒരു പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടെ തന്നെ ഒരു 6 ഏലക്കയും ഒരു ബേ ലീഫും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതുപോലെ തന്നെ ഞാനൊരു 3 തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് തൈരും കൂടെ വരാനുണ്ട്. അപ്പോഴേ തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നാൽ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 2 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1.5 ടീസ്പൂണോ 2 ടീസ്പൂൺ വീതമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മുളക് പൊടിയാണെങ്കിൽ കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഞാൻ 1 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ഒരു മസാലയിൽ ഈ ഒരു ചെമ്മീനെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും ഈ ഒരു സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ്. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേ നല്ല പോലെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വെള്ളം ഉണ്ടല്ലോ കുറച്ചൊന്ന് കുറഞ്ഞ് വരണം കേട്ടോ. അതിനുശേഷം നമുക്കിതിൽ നിന്ന് ചെമ്മീൻ മാറ്റാനുണ്ട്. ചെമ്മീൻ നമ്മൾ ഇനി കുക്ക് ചെയ്യണില്ല, ഇനി ലാസ്റ്റ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചെമ്മീൻ ഈ സമയത്ത് തന്നെ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരി ഉണ്ടല്ലോ അതൊന്ന് ഊറ്റി വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ, അത് പ്രത്യേകം പറയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 3 കപ്പാണ് നമ്മൾ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിന് 5 കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ സോക്ക് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ പിന്നെ അത്രയും വെള്ളം തന്നെ ആവശ്യം വരുള്ളൂ. ഇനി അഥവാ വെള്ളം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇത് ഏകദേശം വെള്ളം അതേ ഈ ഒരു പാകത്തിനായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലും കൂടെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്, എന്നാൽ കംപ്ലീറ്റ് വറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെമ്മീനുണ്ടല്ലോ അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഉണ്ടല്ലോ അതും നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ നമുക്കിതിൻ്റെ മുകളിൽ അങ്ങ് വിതറി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പുതിന നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമെന്ന് മാത്രം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രഷ് നെയ്യും കൂടെ നമ്മൾ ഇതുപോലെ അവിടെ ആയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഈ ഒരു പാനിൽ മാത്രമാണ് നമ്മളിത് ചെയ്തേക്കുന്നത് കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പുലാവാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.